ഇപ്പോൾ കേരളമാകെ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നത്. കേരള പ്രൈവറ്റ് സർവീസ് കമ്മീഷനായും കേരള പേഴ്സണൽ സർവീസ് കമ്മീഷനുമായി തരംതാണതായ സാഹചര്യം. ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന രീതിയിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ഒരു സ്ഥാപനമാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ലക്ഷക്കണക്കിന് വിദ്യാസമ്പന്നരായിട്ടുള്ള യുവതീ-യുവാക്കൾ വേഴാമ്പലിനെ പോലെ ഒരു തൊഴിലിനു വേണ്ടി ആശ്രയിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ. അതിനകത്ത് ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്നവരൊക്കെ പഴയ കാലങ്ങളിൽ വലിയ ധാർമ്മിക നിലവാരം പുലർത്തുന്നവരും പൊതുസമൂഹത്തോട് സത്യസന്ധമായി ഇടപെടുവാൻ കാര്യശേഷിയും വിദ്യാഭ്യാസവുമുള്ളവരായിരുന്നു. എന്നാൽ ഇന്നത്തെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു പാർട്ടി ഓഫീസായി തരംതാണിരിക്കുന്നുവെന്നാണ് കേരളത്തിലെ പൊതുസമൂഹം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലിരുന്ന പിണറായി സർക്കാർ കേരള പബ്ലിക് സർവീസ് കമ്മീഷനെ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയായോ ഒരു ഏരിയ കമ്മിറ്റിയായോ തരംതാഴ്ത്തി എന്നുള്ളത് ഇപ്പോൾ ഓരോ സംഭവങ്ങളിലൂടെ വെളിപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ PSC ചെയർമാനായിരിക്കുന്ന അറിയപ്പെടുന്ന ഒരു CPM അനുഭാവിയാണ്. അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി ജീവിതകാലത്തും ഔദ്യോഗിക ജീവിതത്തിലുമൊക്കെ അദ്ദേഹം CPMൻ്റെ സംഘടനയിൽ സജീവമായി പ്രവർത്തിച്ച ഒരാളാണ്. അദ്ദേഹത്തോടൊപ്പം ഇപ്പോൾ 16 അംഗങ്ങൾ കേരളത്തിലെ PSCയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അംഗങ്ങളായി. നമ്മൾ പലവട്ടം ഈ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്താണ് അവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ. ഏതാണ്ട് 4-4.5 ലക്ഷത്തോളം രൂപയാണ് PSC ചെയർമാന് സർക്കാർ ഖജനാവിൽ നിന്ന് നികുതിദായകൻ്റെ പാവപ്പെട്ട നികുതിയിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കൊടിവെച്ച കാറിൽ കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ, കിഴക്കേ അറ്റം മുതൽ പടിഞ്ഞാറേ അറ്റം വരെ സഞ്ചരിക്കുവാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു ഉയർന്ന തസ്തികയാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ എന്നത്. അദ്ദേഹത്തിന് ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും അലവൻസ് ഉണ്ട്, യാത്ര ചെയ്യുമ്പോൾ അലവൻസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ആകമാനം മെഡിക്കൽ പരിരക്ഷയുണ്ട്. അദ്ദേഹത്തിന് കേരളത്തിലെ ഏത് ഉയർന്ന ഗസ്റ്റ് ഹൗസുകളിലും പോയി സൗജന്യമായി താമസിച്ച് ഭക്ഷണം കഴിക്കാം. ഇത്രയേറെ പദവിയുള്ള ഒരു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ പാർട്ടി ഓഫീസിലെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നത് ലക്ഷോപലക്ഷം ചെറുപ്പക്കാരെ അക്ഷരാർത്ഥത്തിൽ കൂരിരുട്ടിൽ കാരാഗ്രഹത്തിലാക്കിയതിന് തുല്യമാണ്. എന്താണിപ്പോൾ അവിടെ നിന്ന് പുറത്തു വരുന്ന സംഭവങ്ങൾ? 1.5 ലക്ഷം രൂപ ശമ്പളമുള്ള പ്ലാനിംഗ് ബോർഡിലെ 3-4 ഉന്നത തസ്തികകളിലേക്ക് നടത്തിയ പരീക്ഷകളിലും അതിൻ്റെ അഭിമുഖത്തിലുമൊക്കെ വൻപിച്ച ക്രമക്കേടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സ്വജനപക്ഷപാതം, രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം കൊണ്ട് നടത്തിയതായിട്ടുള്ള ചില സ്വാധീനങ്ങൾ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അർഹരായിട്ടുള്ള ആളുകളെ പിന്തള്ളി അനർഹരായിട്ടുള്ള ആളുകളെ റാങ്ക് പട്ടികയുടെ 1-ാം സ്ഥാനത്ത് കൊണ്ടുവന്ന് അവർക്ക് നിയമനം നൽകിയിരിക്കുകയാണ്. അവിടെ നടക്കുന്നത് അത്യന്തം വളരെയേറെ ക്രിമിനൽവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. പരീക്ഷകൾ സുതാര്യമായി നടത്തുന്നില്ല, ഉത്തരക്കടലാസുകൾ കൃത്യമായി മൂല്യനിർണ്ണയം ചെയ്യുന്നില്ല, അഭിമുഖത്തിൽ കടുത്ത അഴിമതിയാണ്, സ്വജനപക്ഷപാതമാണ്. അതായത് എഴുത്ത് പരീക്ഷയിൽ ഉന്നതമായ മാർക്ക് നേടുന്നവർ PSC ചെയർമാൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഉൾപ്പെടെയുള്ള ഇൻ്റർവ്യൂ ബോർഡിൽ നിന്ന് അഭിമുഖം കഴിഞ്ഞു വരുമ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ഒടുവിലായി പ്രതിഷ്ഠിക്കപ്പെടുന്നു. എഴുത്ത് പരീക്ഷയിൽ തീരെ മാർക്ക് കുറഞ്ഞ ആളുകളെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അഭിമുഖത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുത്തി റാങ്ക് പട്ടികയുടെ 1-ാം സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ്. യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രശസ്തമായ കത്തിക്കുത്ത് കേസിലെ പ്രതി PSC പരീക്ഷയിൽ 1-ാം റാങ്ക് നേടി സിവിൽ പോലീസ് ഓഫീസറായി നിയമനം ലഭിക്കത്തക്ക സാഹചര്യം കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലുണ്ടായി. എന്തൊരു ഭയാനകമായ സാഹചര്യമാണ് ഈ ഭരണഘടനാ സ്ഥാപനത്തിൽ നടക്കുന്നത്. അടിമുടി അഴിമതിയാണ്.
അടിമുടി സ്വജനപക്ഷപാതമാണ്. അടിമുടി രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. ഏറ്റവും വിചിത്രമായിട്ടുള്ള സംഗതി, അവിടെ അഴിമതികൾ പുറത്തു വന്നപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാനായി PSC അംഗങ്ങൾ ചേർന്ന തീരുമാനത്തിൽ നിയോഗിക്കപ്പെട്ടത് അവരുടെ നിയന്ത്രണത്തിൽ താഴെ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെയാണ്. പരീക്ഷാ കമ്മീഷണറെയാണ് അവിടെ നടന്ന ക്രമക്കേടുകളിൽ അന്വേഷണം നടത്താൻ നിയോഗിച്ചത്. ഈ പരീക്ഷാ കമ്മീഷണർ നടത്തിയ പരീക്ഷകളിലാണ് ക്രമക്കേടുകൾ കണ്ടുപിടിച്ചത്. അപ്പോൾ കള്ളൻ്റെ കയ്യിൽ താക്കോൽ കൊടുക്കുക എന്ന് പറയുന്നത് പോലെയുള്ള ഒരു സംഭവമല്ലേ ഈ PSCയിൽ നടന്നത്? പരീക്ഷയിൽ നടന്ന ക്രമക്കേടുകളെ അന്വേഷിക്കാനായി പരീക്ഷാ നടത്തിപ്പിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയാണോ ഏൽപ്പിക്കേണ്ടത്? അത് വിവാദമായപ്പോൾ PSC വേറൊരു തന്ത്രം പരീക്ഷിച്ചു. അവിടെ തന്നെയുള്ള ഒരു ആഭ്യന്തര വിജിലൻസ് അന്വേഷണ ഒരു SP-യുടെ നേതൃത്വത്തിലുള്ള കമ്മീഷനെ നിയമിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ അന്വേഷണ കമ്മീഷനുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇവിടെ യഥാർത്ഥത്തിൽ വേണ്ടത് സമഗ്രമായ ഒരു അന്വേഷണം പുറത്തു നിന്നുള്ള ഒരു ഏജൻസിയെ കൊണ്ട്, കേരള സർക്കാരിൻ്റെ വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ കാട്ടിയ ക്രമക്കേടുകൾ പുറത്തു വരികയുള്ളൂ. ഇവിടെ ഈ പ്ലാനിംഗ് ബോർഡിലെ നിയമനം മാത്രമല്ല വിവാദത്തിലായിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടന്ന വളരെ ഉയർന്ന പരീക്ഷകളായിട്ടുള്ള KS, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ, PRDയിലെ അസിസ്റ്റൻ്റ് ഇൻഫർമേഷൻ ഓഫീസർ, ഇതെല്ലാം ലക്ഷങ്ങൾ ശമ്പളം പറ്റുന്ന തസ്തികയിലാണ്. ആ തസ്തികയിൽ നടന്ന നിയമനങ്ങളെല്ലാം അന്വേഷണത്തിന് വിധേയമാക്കണം. അവിടെ എല്ലാം ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നുള്ളത് വളരെ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ്. കള്ള സർട്ടിഫിക്കറ്റുകൾ കൊടുത്ത്, പരിചയ സർട്ടിഫിക്കറ്റുകൾ കൊടുത്ത് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ സംഭവങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. പരീക്ഷയിൽ വേണ്ട രീതിയിൽ മൂല്യനിർണ്ണയം നടത്താതെ പ്ലാനിംഗ് ബോർഡിലെ നിയമനത്തിൽ ഏതാണ്ട് 10ഓളം ചോദ്യങ്ങൾ, 58 മാർക്കുള്ള ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം നടത്താതെ വിട്ടുകളഞ്ഞിരിക്കുകയാണ്. അതിലൂടെയാണ് ഇടതുപക്ഷ സംഘടനയുടെ നേതാവിനെ റാങ്ക് പട്ടികയിൽ 1-ാം സ്ഥാനത്ത് കൊണ്ടിരുത്തി അദ്ദേഹത്തിന് 1.5 ലക്ഷം രൂപ ശമ്പളമുള്ള ജോലി നേടിക്കൊടുത്തത്. അർഹരായിട്ടുള്ള ആളുകൾ പുറത്തു നിൽക്കുന്നു. അത്യന്തം ഗുരുതരമായ ഒരു സാഹചര്യമാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിൽക്കുന്നത്. യാതൊരു യോഗ്യതയും നിർണ്ണയിക്കപ്പെടാത്ത ഒരു തസ്തികയാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പർ എന്നുകൂടി കാണണം. സംഗതി വശാൽ പറയട്ടെ, ഇന്ത്യയുടെ പ്രസിഡൻ്റാകാൻ 35 വയസ്സ് പ്രായവും സ്ഥിരബുദ്ധിയും മതി. കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പറാകാൻ അങ്ങനെ യാതൊരു യോഗ്യതയും നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ പിണിയാളുകളാകണം. അവർക്ക് വേണ്ടി നോട്ടീസ് വിതരണം ചെയ്തും പോസ്റ്റർ ഒട്ടിച്ചും ചുവരെഴുതിയും നടന്നിട്ടുള്ള ആളുകളെയാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പറാക്കുന്നതും ഏതാണ്ട് 2-2.5 ലക്ഷം രൂപ പ്രതിമാസം ശമ്പളവും 6 വർഷത്തെ കാലാവധി കഴിയുമ്പോൾ മരണം വരെ പെൻഷനും. എന്തൊരു കൊടും ചതിയാണ് ചെയ്യുന്നത്. പാവപ്പെട്ട നികുതിദായകൻ്റെ പണമെടുത്ത് 21 അംഗങ്ങൾ ധൂർത്തടിക്കുകയാണ് കേരളത്തിൽ. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിലും ഇത്രയും അധികം അംഗസംഖ്യയുള്ള ഒരു പബ്ലിക് സർവീസ് കമ്മീഷനില്ല. ഇന്ത്യയാകെ ഭരണാധികാരമുള്ള യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ 9 അംഗങ്ങളാണ്. നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ 8 അംഗങ്ങളാണ്. തമിഴ്നാട്ടിൽ 7 അംഗങ്ങളാണ്. തെലുങ്കാനയിൽ 6 പേരാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളായിട്ടുള്ളത്. നമ്മുടെ 4 ഇരട്ടി വലിപ്പമുള്ള ഉത്തർപ്രദേശിൽ വെറും 9 പേരാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങൾ. നോക്കണം കേരളത്തിൻ്റെ അവസ്ഥ. 21 പേരാണ് ലക്ഷങ്ങൾ പ്രതിമാസം ശമ്പളം വാങ്ങിക്കൊണ്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളായി ഈ പറയുന്ന നെറികേടും തോന്നിവാസവും അഴിമതിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ഇനി ഇത് വെച്ച് പൊറുപ്പിക്കുകയില്ല. പൊതുസമൂഹം ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇവരുടെ കൊള്ളരുതായ്മകൾ പുറത്തു കൊണ്ടുവരാൻ ഇപ്പോൾ അധികാരത്തിൽ വന്ന സർക്കാർ ആർജവം കാട്ടണം.
10 വർഷം പിണറായി സർക്കാർ കാട്ടിയതായിട്ടുള്ള ക്രമക്കേടുകളും അഴിമതികളുടെയും മേൽ അടയിരിക്കാനല്ല കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ പിണറായി സർക്കാരിനെ തൂത്തെറിഞ്ഞ് VD സതീശൻ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവന്നത്. സക്രിയമായി പ്രവർത്തിക്കാൻ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ തയ്യാറാകണം. ക്രമക്കേട് കാട്ടിയവരെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരണം. ഈ കാര്യത്തിൽ ഊർജിതമായൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്ന ഒരു ആക്ഷേപം പൊതുസമൂഹം ഉയർത്തുന്നുണ്ട്. എല്ലാം വൃത്തിയാക്കും, അഴിമതികളൊക്കെ തുടച്ചു മാറ്റും, 10 വർഷത്തെ പിണറായി സർക്കാരിൻ്റെ അഴിമതികളെല്ലാം മാറ്റുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറി വന്നിരിക്കുന്ന VD സതീശൻ UDF സർക്കാർ PSCയുടെ ഈ അഴിമതി രംഗത്ത് ശക്തമായി ഇടപെട്ടുകൊണ്ട് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ കാട്ടിയതായ ക്രമക്കേടുകളും അഴിമതിയും മുഖം നോക്കാതെ പുറത്തു കൊണ്ടുവരണം. ലക്ഷോപലക്ഷം പാവപ്പെട്ട അഭ്യസ്തവിദ്യരായ യുവതീ-യുവാക്കളെ വഴിയാധാരമാക്കുന്ന രീതിയിൽ നെറികെട്ട ഏർപ്പാടുകൾ PSCക്കകത്ത് നടക്കുന്നെങ്കിൽ അവിടെ മുഴുവൻ സമഗ്രമായ അന്വേഷണം നടത്തി എത്ര ഉന്നതന്മാരായാലും അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം. അത് കൺട്രോളറാകട്ടെ, PSCയുടെ സെക്രട്ടറി ആകട്ടെ, 21 അംഗങ്ങളാകട്ടെ, അതിൽപ്പെട്ട ചെയർമാനാകട്ടെ, കൂസലില്ലാതെ ഈ സംസ്ഥാനത്ത് പൊതുസമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, അഭ്യസ്തവിദ്യരായ യുവതീ-യുവാക്കളെ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ അധികകാലം അത് വെച്ച് പൊറുപ്പിക്കുകയില്ല എന്ന സന്ദേശമാണിപ്പോൾ പൊതുസമൂഹം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ സെക്രട്ടേറിയറ്റിന് നടയിൽ പാവപ്പെട്ട പ്രൈമറി സ്കൂൾ അധ്യാപകർ, റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർ നിൽപ്പ് സമരവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. സങ്കടകരമാണ് അവരുടെ അവസ്ഥ. റാങ്ക് ലിസ്റ്റിൽപ്പെട്ടിട്ട് ഒരു നിയമനം പോലും നടത്തിയില്ല. ഇന്നലെ ഞാൻ പൊതുസമൂഹത്തെ ഞെട്ടിപ്പിച്ച് അവരുടെ ഒരു സമരം കണ്ടു. അവർ ഉപ്പ് നിരത്തി ഉപ്പിൻ്റെ മുൻപിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് പാവപ്പെട്ട യുവതീ-യുവാക്കൾ പ്രൈമറി സ്കൂൾ അധ്യാപകരാകാൻ രാപകലില്ലാതെ അധ്വാനിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ട് ഒരു നിയമനം പോലും നടത്തിയിട്ടില്ല എന്ന സങ്കടകരമായ അവസ്ഥ. അവർ തറയിൽ പൊതുനിരത്തിൽ ഉപ്പ് നിരത്തി മുട്ടതിൽ മടക്കി വെച്ചുകൊണ്ട് നിന്ന് അവർ കേണപേക്ഷിക്കുകയാണ് തൊഴിലിന് വേണ്ടി. എന്തൊരു സങ്കടകരമായ കാഴ്ചയാണ്. ഇതൊക്കെ അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നീതിപൂർവമായ ഒരു സ്ഥാപനമായി, ഒരു ഔദ്യോഗിക സ്ഥാപനമായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ തീരണം. ഭരണഘടനയുടെ മറവിൽ നിന്നുകൊണ്ട് കൊള്ളരുതായ്മകൾ കാട്ടാൻ അവിടെയുള്ള ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളെ അനുവദിച്ചുകൂടാ. കഴിയുമെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റുകൊണ്ട് സ്വമേധയാ സ്ഥാനമൊഴിയാൻ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ മനസ്സ് കാട്ടണം. ഒരിക്കലും കാട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ജനമിതാ ഉണർന്നെഴുന്നേറ്റ് കഴിഞ്ഞിരിക്കുന്നു. പുതിയ സർക്കാർ സക്രിയമായി ഇടപെട്ട് സൃഷ്ടിപരമായ നടപടികളിലൂടെ ഈ കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അഴിമതികൾക്ക് ഒരറുതി വരുത്തണമെന്നാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് വേണ്ടി ഇപ്പോൾ യാചിച്ച് അപേക്ഷിക്കാനുള്ളത്.